ലോലനുണ്ടായ കഥ പറയട്ടെ. ഒരു 4 ദിവസം മുന്നേ എനിക്ക് വെട്ട് കേക്ക് ഉണ്ടാക്കണമെന്നൊരു കൊതി തോന്നി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണേ, നമ്മുടെ ജർമ്മിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ മുട്ടയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും എല്ലാം കൂടി അടിച്ചു. എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ മൈദമാവ് തപ്പിയപ്പം മൈദമാവും നമ്മുടെ അരിപ്പൊടിയും ഇരിക്കുന്നത് ഒരേപോലത്തെ ടിന്നില്ല. അവർ ഇരട്ട പെറ്റവരാണ്. ദൈവമേ, ഇതിലേതാണ് എന്നൊക്കെ ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കി, കണ്ണങ്ങോട്ട് പിടിക്കുന്നില്ല. പ്രായത്തിൻ്റെ പ്രശ്നമായിരിക്കും. അത് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ തിന്നു നോക്കാമെന്ന് വിചാരിച്ചു. 2 പാത്രത്തിൽ നിന്നും ഓരോന്നുള്ള വീതം എടുത്ത് തിന്നു, കയ്യിൽ വെച്ച് തിരുമ്മി, അങ്ങനെ പല പല അഭ്യാസങ്ങളൊക്കെ ചെയ്തു. എന്നിട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. മണത്ത് നോക്കി, മണവും കിട്ടുന്നില്ല. ആകെപ്പാടെ പ്രതിസന്ധിയായി. ഇതിലേതോ ഒന്ന് എന്നുള്ള ഇതായി. അങ്ങനെ പിന്നെ ഞാൻ ഉള്ളതിൽ നേർമയായിട്ടുള്ളത് എന്ന് വിചാരിച്ച ഒരു പാത്രത്തിൽ നിന്ന് തട്ടിയിട്ട് ആവശ്യത്തിന് റവയും ബാക്കി മുട്ട മിക്സും ഒക്കെ ചേർത്ത് കുഴച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അരിപ്പൊടിയാണ് ഞാൻ തട്ടിയിരിക്കുന്നതെന്ന്. അതും 1 കപ്പല്ല, 2 കപ്പ് അരിപ്പൊടി. എങ്ങനെ കളയും? അവസാനം ഗതികെട്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാത്ത, പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത ഈ മാവിനെ ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കുഴച്ച് കഴിഞ്ഞപ്പം ഏതാണ്ടൊക്കെ ഒന്ന് ഉരുട്ടി പരത്താവുന്ന കോലമായി. അങ്ങനെ ഉരുട്ടി പരത്തി ഉണ്ടാക്കിയതാണ് ലോലൻ. ഈ കിടക്കുന്ന സുന്ദരിക്കുട്ടന്മാർ. ഒരു കുപ്പി നിറയുണ്ടായിരുന്നു. പരാജയപ്പെട്ടു പോയി എന്നൊക്കെ വിചാരിച്ച, ആർക്കും വേണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ച ലോലൻ ഭയങ്കര ഡിമാൻഡായിരുന്നു ഗൈസ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെട്ട് കേക്കിൻ്റെ അരി വേർഷനാണ് ലോലൻ. പക്ഷെ ഒരു പാൽപ്പൊടി പോലത്തെ ഒരു ടേസ്റ്റൊക്കെയാണ് എനിക്ക് കൂടുതൽ തോന്നിയത്. അത് പാലൊക്കെ ചേർത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്നാലും കൊള്ളാം, കുഴപ്പമില്ല. അങ്ങനെ അരിമാവ് കളയാതിരിക്കാൻ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് ലോലൻ. ആദത്തിൻ്റെ വാരിയിലെടുത്ത് ഹവ്വായ ഉണ്ടാക്കിയ പോലെ.